ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിന്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഈ വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മാക്സിമം റൈസ് ഉൽപ്പന്നങ്ങൾ അവരുടെ ഡെയിലി മെനുന്ന് ഉപേക്ഷിക്കാൻ നോക്കും. മറിച്ച് മില്ലറ്റ് അല്ലെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ റാഗി അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആയിരിക്കും കൂടുതലും അവരുടെ ഡെയിലി മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി മെനുവിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു റൈസ് ഐറ്റമാണ് നമ്മളുടെ ഇന്നത്തെ വെനസ്ഡേ ഹെൽത്തി റെസിപ്പി. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞവരരി വച്ചിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു വെയിറ്റ് ലോസ് ഡയറ്റ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റെസിപ്പി എന്തായാലും ഉപകാരപ്പെടും. ഇപ്പം നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലൊക്കെ റൈസ് ഉപേക്ഷിച്ചിട്ടുണ്ട്, മറിച്ച് ഇങ്ങനത്തെ റൈസൊക്കെയാണ് അല്ലെങ്കിൽ ഞവരരിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ഡെയിലി മെനുവിൽ നിന്ന് ഈ ഒരു റെസിപ്പി. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അര കപ്പ് ഞവരരി എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിലോട്ടൊരു 1.5 കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ കിട്ടുന്നവരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അങ്ങനെ തുറന്നപ്പോൾ എൻ്റെ റൈസിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ കേസ് നിങ്ങളുടെ റൈസിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ അരി വാർത്തെടുക്കുക. ഇതിപ്പോൾ കുക്ക് ചെയ്തെടുത്ത ഞവര റൈസാണ്. ഇതിപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരു റൈസ് എടുത്ത് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് പ്രസ് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് കുക്കായി എന്നുള്ളതാണ്. ഇനി വേറൊരു പാത്രം വെച്ച് അത് ചൂടായതിനു ശേഷം അതിലോട്ടൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. അത് ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ റോ സ്മെല്ല് പോയതിനു ശേഷം ഇതിലോട്ട് ഒരു 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് പോയതിനു ശേഷം അതിലോട്ട് ഒരു 1/4 ഭാഗം സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം റോ സ്മെല്ല് പോയതിനു ശേഷം ഇതിലോട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 നുള്ള് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കണ്ട, കാരണം നമ്മൾ വളരെ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പാത്രത്തിൻ്റെ അടി പിടിക്കാതിരിക്കാൻ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഞവര റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഞവര റൈസും ഈ തക്കാളിയുടെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റും കൂടെ സ്റ്റൗ ടോപ്പിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് കേട്ടോ ഈ കുക്ക് ചെയ്തെടുത്ത ഈ ഞവര റൈസിൻ്റെ ഫൈനൽ രൂപം. നിങ്ങൾക്ക് ഇതിലോട്ട് വേപ്പിലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ അര കപ്പ് കുക്ക് ചെയ്തെടുത്ത ഞവര റൈസ് മാത്രം കഴിച്ചാൽ മതി. അതായത് ഇതൊരു 1 സെർവിങ്ങിനുള്ളതാണ്. ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ വെജിറ്റബിൾസ് ചേർക്കാനും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി ചേർക്കാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.